മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ഉപ്പൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. ഇനി അച്ചാറിട്ട് തുടങ്ങാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ വേണമെങ്കിലും യൂസ് ആക്കാം. നന്നായി ഒന്ന് മൊരിയിക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചേർക്കാം. നന്നായി ഒന്ന് ഇതിലേക്ക് എരിവിനായി 3 പച്ചമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. എരിവിനായി വേറെ ഒന്നും തന്നെ അച്ചാറിൽ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തത് ക്യാമറയിൽ കിട്ടിയില്ല, ക്യാമറ ഓഫായിപ്പോയി. ഇതിപ്പോൾ നന്നായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മാങ്ങയുടെയും ക്യാരറ്റിൽ നിന്നും ഊർന്നു വന്ന ഉപ്പുവെള്ളം ചേർക്കാം. ഇതാണ് അച്ചാർ. 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിക്കാം. ഇനി മാറ്റി വെച്ച ക്യാരറ്റും മാങ്ങയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇത് 2-3 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടാൻ നല്ലത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ തീർച്ചയായും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.